ഉണ്ടല്ലോ, രണ്ടൂന്ന് ബാറ്ററിയെ കുറിച്ചാണ് പറയണത് കേട്ടോ. ബാറ്ററി എന്ന് മീൻസ് ഇപ്പോൾ അത് 65Hന്റെ ബാറ്ററിയാണ് ഇപ്പോൾ കാണുന്ന ആ പവർ സേഫിനേക്ക്. പിന്നെ ഇതുണ്ട്, ഇത് 7H ബാറ്ററി. പിന്നെ ഇത് 100Hന്റെ ബാറ്ററി, ട്യൂബുലർ ബാറ്ററി എന്ന് പറയും കേട്ടോ. ആദ്യം രണ്ടെണ്ണം കണ്ടത് അത് SMF ബാറ്ററി എന്നാണ് പറയണേ. അതായത് അത് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളതാ, അതായത് അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒന്നുമില്ല. അതേസമയം ഈ ബാറ്ററി ട്യൂബുലർ ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം, അതായത് നമ്മളത് ഇൻവെർട്ടറിനാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യണേ. അപ്പോൾ ഇൻവെർട്ടറിൽ അത് യൂസ് ചെയ്യണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ തുറന്ന് കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കണില്ലല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, ഞാനതൊന്ന് തുറന്ന് കാണിച്ചു തരാം. നമ്മൾ കോയിൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അത് തുറക്കാൻ കേട്ടോ. നോക്കട്ടെ ഇതുകൊണ്ട് പറ്റുമെന്ന്. ഇതിൽ വെള്ളം ഒഴിക്കണ ഇതുണ്ട്, അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാൻ എന്താണെന്നറിയോ, നമ്മൾ ഇതിലാണ് ബാറ്ററി വാട്ടർ ഒഴിക്കണേ. അങ്ങനെ ഇതിൽ 5, 1, 2, 3, 4, 5, 6 ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പ്ലേറ്റുകളാണ് കേട്ടോ. ആ പ്ലേറ്റുകളുടെ ഇടയിലാണ് ഈ ബാറ്ററി വാട്ടർ ഒഴിക്കണേ. നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഒപ്പം അത് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററി വെള്ളം അതിൽ സ്ലോ ആയി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെങ്ങനെ ലോഡ് ഉപയോഗിക്കണം അതുപോലെ അത് ഉപയോഗിക്കുമ്പോഴും സൈക്കിള് പോലെയാണ്. അതായത് നമ്മൾ ചാർജ് ചെയ്യുക, പിന്നെ അത് ഡിസ്ചാർജ് ചെയ്യണം, ചാർജ് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ബാറ്ററിക്ക്. ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല, ഇത് കേടായി പോവും. ഇത് 1 ഇയർ 1.5 ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് ഒരു ശരിക്ക് ഇതാണെങ്കിൽ ഒരു 2-3 കൊല്ലം ശരിക്ക് ബാക്കപ്പ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അതിൻ്റെ ബാക്കപ്പ് കുറയും. ഇതിലുണ്ട് വലിയ ബാറ്ററീസ് ഉണ്ട്. ഇതാണ് മോസ്റ്റ്ലി ഇൻവെർട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററികൾ. കണ്ടോ, വലിയ ബാറ്ററികളത് 150Hന്റെ ബാറ്ററിയാണ്. 150H 12 വോൾട്ടിന്റെ ബാറ്ററിയാണ്. ഇതിലൊക്കെ 12 വോൾട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇതും 12 വോൾട്ട് തന്നെയാണ്, പക്ഷേ കറണ്ടിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് 7Hന്റെ ബാറ്ററിയാണ്. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യണ, ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാനുള്ള UPSലാണ് നമ്മൾ അത് ആ ബാറ്ററി യൂസ് ചെയ്യണം കേട്ടോ. ഇതാ കണ്ട, ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യണ 625, 650. ഇത് മോഡലാണ് 6505 എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള UPS ആണ്. അതിൻ്റെ തന്നെ ബാറ്ററിയാണ് ഇത്. ഓക്കെ, ബാക്കി ഞാൻ കാണിച്ച ബാറ്ററികളെല്ലാം ഇൻവെർട്ടറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇൻവെർട്ടർ എൻ്റെ കയ്യിൽ ലൂമിനസിൻ്റെ ബാറ്ററിയും മൈക്രോടെക്കൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ ബാറ്ററികളെല്ലാം ഇൻവെർട്ടറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവെർട്ടറിൽ യൂസ് ചെയ്യണ ബാറ്ററികൾ എല്ലാം ട്യൂബുലർ ബാറ്ററിയാണ് യൂസ് ചെയ്യണേ. അതേസമയം ഇങ്ങനത്തെ ബാറ്ററിയൊക്കെ ആണെങ്കിൽ SMF ബാറ്ററി എല്ലാം UPSന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. UPSലെ ബാറ്ററി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബാറ്ററി കേടായെന്ന് നോക്കണമെന്ന് വെച്ചാൽ ഇത് 2 പോയിൻ്റാണ് ബാറ്ററിയുടെ പ്ലസ് മൈനസ്. അപ്പോൾ ഈ പ്ലസ് മൈനസിൻ്റെ ഇതിൽ നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യണം. മൾട്ടിമീറ്ററിൽ പ്ലസ് മൈനസ് ഇതായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നോർമലി നമ്മൾ നോക്കുമ്പോൾ 12 വോൾട്ടേജ് ഉണ്ടാവുക. പക്ഷേ ചില സമയത്ത് ബാറ്ററി കേടാണെങ്കിൽ ആ 12 വോൾട്ട് കാണിക്കില്ല, അതിലും കുറവ് കാണിക്കും. ചിലതിലൊക്കെ ബാറ്ററി ഭയങ്കരമായിട്ട് താഴെ വോൾട്ടേജ് ഉണ്ടാവും, അതായത് 3 വോൾട്ട് 4 വോൾട്ട് 5 വോൾട്ട്, ചിലപ്പോൾ 00 ആയിരിക്കും ചീത്ത ബാറ്ററിക്ക്. പിന്നെ ചില ബാറ്ററികളുണ്ട് 12 വോൾട്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ബാറ്ററി തന്നെ 7Hന്റെ ഒരു UPSൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് അത് കൊണ്ടുവന്നത്, ബാറ്ററി കേടായിട്ട്. അതിൽ വോൾട്ടേജ് നോക്കുമ്പോൾ ശരിക്കുണ്ട് 12, പക്ഷേ
അതിന് ലോഡ് എടുക്കാനുള്ള കറണ്ട് ആ ബാറ്ററിക്ക് ഇല്ല. 7H എന്ന് പറയുന്ന ആ H അതിലില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പുറകിൽ UPSൻ്റെ ഉള്ളിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിലും അങ്ങനെ തന്നെയാണ്. 12 വോൾട്ടേജ് ഉണ്ടായാലും ഇതിൻ്റെ 150Hൻ്റെ അല്ലെങ്കിൽ 100Hൻ്റെ ഒക്കെ ആ കറണ്ട് എഫിഷ്യൻസി അതിൽ ശരിയല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകിൽ ഇൻവെർട്ടറിൻ്റെ പുറകിൽ കണക്ട് ചെയ്യുന്ന ലോഡൊന്നും എടുക്കില്ല, വോൾട്ടേജ് ശരിയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്ലേറ്റുകളൊക്കെയാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു പ്ലേറ്റ് കേടായാലും നമ്മുടെ ഇൻവെർട്ടർ ലോഡ് എടുക്കില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യണം. ഇത് ആദ്യം ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവെർട്ടറിൻ്റെ പുറകിൽ ലോഡ് കണക്ട് ചെയ്യും. ലോഡ് മീൻസ് ഫാൻ, ലൈറ്റ്, ഇതെല്ലാം. അപ്പോൾ ലൈറ്റ് പോണ സമയത്ത് നമ്മുടെ സിസ്റ്റം ഇൻവെർട്ടർ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബാറ്ററിയിൽ AC ആയിട്ട് ഔട്ട്പുട്ട് വന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതായത് നമ്മുടെ വീട്ടിലെ ലൈറ്റും ഫാനും എല്ലാം കറങ്ങണത്. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് വരുമ്പോൾ ഇത് വീണ്ടും DC വോൾട്ടേജ് കൊടുത്ത് നമ്മൾ ഈ ബാറ്ററിയെ ചാർജ് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ സിസ്റ്റം എപ്പോഴും ചാർജും ഡിസ്ചാർജും എപ്പോഴും ആവണം, എന്നാലേ ആ ബാറ്ററിക്ക് ലൈഫ് ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ബാറ്ററി വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻവെർട്ടർ കണക്ട് ചെയ്യുമ്പോൾ, ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ബാറ്ററി എങ്ങനെ ഇൻവെർട്ടറിൻ്റെ കൂടെ കണക്ട് ചെയ്യാം, ചാർജിങ്ങിൽ എങ്ങനെ ഇടാം, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇൻവെർട്ടർ ഒന്നും കണക്ട് ചെയ്തില്ല, ജസ്റ്റ് ബാറ്ററി മാത്രം കണക്ട് ചെയ്ത് ബാറ്ററിയുടെ മാത്രം കാര്യം പറഞ്ഞ കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിലെ പ്ലേറ്റൊക്കെ കേട് വന്നാൽ നമ്മുടെ ബാറ്ററി കേടുവരും. പിന്നെ ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് നല്ലപോലെ വർക്ക് ചെയ്യണത് ഒരു 2-3 കൊല്ലമൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബാറ്ററി പതുക്കെ അതിൻ്റെ ബാക്കപ്പ് കുറഞ്ഞു വരും. ബാക്കപ്പ് മീൻസ് നമ്മൾ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ആ ഫാനിൻ്റെ ഒക്കെ വർക്കിംഗ് ടൈം കുറഞ്ഞ് പതുക്കെ വരും. ചിലർ പറയും 5 കൊല്ലം 6 കൊല്ലം എന്നൊക്കെ. അത് അവർ അറിയില്ലാണ്ട് ഇങ്ങനെ പറയാം 6-7 കൊല്ലമൊക്കെ 10 മണിക്കൂറൊന്നും ബാക്കപ്പ് കിട്ടില്ല. 150Hൽ നമ്മളൊരു ഫാനാണ് കണക്ട് ചെയ്യണമെങ്കിൽ, പുതിയ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ 12 മണിക്കൂർ സുഖമായിട്ട് ഒരു ഫാനും ഒരു ലൈറ്റ് പ്രവർത്തിക്കാൻ പറ്റും. 2 ഫാനും പിന്നെ ബൾബും കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് ടൈം കുറയും. അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടൈം കുറയും. അങ്ങനെ ലോഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബാക്കപ്പ് ടൈം കുറയും, നമുക്ക് ഉപയോഗിക്കൽ കുറവായിരിക്കും. പിന്നെ ബാറ്ററി ലോ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം ഇൻവെർട്ടർ. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഉണ്ടെങ്കിലും ബാറ്ററി ലോ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫ് ചെയ്ത് വയ്ക്കുക. ലൈറ്റ് വരുമ്പോൾ അത് ചാർജിങ്ങിൽ വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ അതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇൻവെർട്ടറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ഫങ്ഷൻ എന്താ, ഇതിൽ ഇൻവെർട്ടറിൻ്റെ നമ്മൾ കണക്ട് ചെയ്യുമ്പോണ്ടല്ലോ വയറ് ഒരെണ്ണേ കൊടുക്കാവും. എന്താണെന്ന് വെച്ചാൽ ഇൻവെർട്ടറിൽ ന്യൂട്രൽ ആൻഡ് എർത്ത് കോമണാണ്. അതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടറിൽ ഒരു കണക്ഷൻ മാത്രം മതി, ഓൺലി ലൈൻ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം അതിൽ ഓൾറെഡി കണക്റ്റഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ബാറ്ററിയുടെ എന്ന് പറഞ്ഞാൽ അധികം ഫങ്ഷൻ അങ്ങനെയാണ്. ബാറ്ററി കണക്ട് ചെയ്യുക, പിന്നെ ഇതുണ്ട് കേടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. പിന്നെ വോൾട്ടേജ് ചിലതിൽ ബാറ്ററിയിൽ വോൾട്ടേജ് കേടുവരും. അങ്ങനെ കുറേ കാര്യങ്ങളാണിത്. എൻ്റെ കയ്യിലുള്ള ആ ബാറ്ററികളെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ UPSനുള്ളിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററികളാണ്. ബാറ്ററി കുറേ ഉണ്ട്, പക്ഷെ അതൊക്കെ വെയിറ്റ് കൂടുതൽ കാരണം ഒന്നും എടുത്തിട്ടില്ല കാണിക്കാൻ. അതുകൊണ്ടാണ് ബോക്സ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ UPS ഇൻവെർട്ടർ ഇതൊക്കെ ഫങ്ഷൻ ആയില്ലെങ്കിൽ ആദ്യം ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കുക. വോൾട്ടേജ് നോക്കിയ ശേഷം കറണ്ട് എഫിഷ്യൻസി നോക്കുക. കറണ്ട് എഫിഷ്യൻസി നോക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മൾ മെയിൻ സപ്ലൈ കൊടുക്കാണ്ട് ബാറ്ററിയിൽ സിസ്റ്റം ഓൺ ചെയ്ത് നോക്കുക. സിസ്റ്റം ഓൺ ആയിട്ട് പിന്നെ ലോഡ് കൊടുക്കുമ്പോൾ അത് ഫങ്ഷൻ ആവണ്ടോ എന്ന് നോക്കാം. ലോഡ് എടുക്കണ്ടോ, ലോഡ് എടുത്തില്ലെങ്കിൽ 100% ബാറ്ററി കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. ബാറ്ററി കേടായിരിക്കുള്ളൂ. ഓക്കെ ഗേസ്, കുറച്ച് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.